Welcome to Quantum Mechanics 36th lecture, Hermitian operators. Today's topic is Hermitian operators for BSc Physics Main student semester 5. Quantum Mechanics, Hermitian operators topic. So at first we can see what is the definition of a Hermitian operator. Hermitian operator, Hermitian, Hermitian operator. An operator, capital A, operating on any two functions, psi1 and psi2, is Hermitian if integral psi star a psi2 dx, a psi2 in bracket, a psi2 dx is equal to integral a psi1 whole star psi2 dx or equal to integral psi2 a psi1 whole star dx. Equation number 1. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, psi1 psi2. psi1 സ്റ്റാർ psi2 സ്റ്റാർ ഒക്കെ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, psi1 psi2. അവയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്ററാണ് എ. എ എന്നുള്ള ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആകണമെങ്കിൽ അതിന് ഒറ്റ കണ്ടീഷൻ ഇതാണ്: ഇൻ്റഗ്രൽ psi1 സ്റ്റാർ എ psi2 dx ഈക്വൽ ഇൻ്റഗ്രൽ എ psi1 ഹോൾ സ്റ്റാർ psi2 dx ഈക്വൽ ടു ഇൻ്റഗ്രൽ psi2 എ psi1 ഹോൾ സ്റ്റാർ dx. ഈ കണ്ടീഷൻ അനുസരിക്കണം. ഈ കണ്ടീഷൻ അനുസരിക്കുന്ന ഓപ്പറേറ്ററുകളെ വിളിക്കുന്ന പേരാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ വാട്ട് ഈസ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതണം. ഇപ്പോൾ രണ്ട് ഈക്വൽ സൈൻ അതിനകത്തുണ്ടെന്ന് വിചാരിച്ചു കൊള്ളണം. അപ്പോൾ അത് ഒരു ബ്രാക്കറ്റ് ഫോമിൽ നമ്മൾ എഴുതാറുണ്ട്. ബ്രാക്കറ്റ് ഫോമിലും ഇത് എഴുതി കാണിക്കാറുണ്ട്. ഇതാണ് ബ്രാക്കറ്റ് ഫോം നൊട്ടേഷൻ. ഇനി ബ്രാക്കറ്റ് നൊട്ടേഷൻ, ദ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് psi1, a psi2 in a bracket equal to a psi1, psi2 in a bracket is equal to psi2 a psi1 whole star. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അങ്ങനെ എഴുതാമെന്ന് ഓർത്താൽ മതി. ഇങ്ങനെ ഈ ബ്രാക്കറ്റ് ഇതുപോലെ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം മുകളിൽ കാണുന്നതാണ്. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ 1 ആണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇക്വേഷൻ 1 ആണ് കാണാതെ പിടിക്കേണ്ടത്. ഈ താഴെ കാണുന്നത് പോലെ എഴുതാം എന്നുള്ള അർത്ഥം. അപ്പോൾ താഴെ കാണുന്ന പോലെ എഴുതുന്നതിൻ്റെ അർത്ഥമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മുകളിലുള്ളത് ശരിക്കും പിടിക്കുക. അതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ. ഇനി ഇതിന് ചില തിയറം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തിയറം, ദ ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആർ റിയൽ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മുകളിൽ പറഞ്ഞ എ എന്നുള്ള ഹെർമീഷ്യൻ ഓപ്പറേറ്ററാണ്. അതിൽ ഐഗൻ വാല്യൂ റിയലാണ്. ഐഗൻ വാല്യൂ അറിയാമല്ലോ. ഇപ്പോൾ ക്യാപിറ്റൽ എ സൈ എ ആണ്, ക്യാപിറ്റൽ എ ആണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. എ സൈ സ്മോൾ എ സൈ എന്ന് പറയുമല്ലോ, ഈസ് ഈക്വൽ ടു. അപ്പോൾ സ്മോൾ എ വിളിക്കുന്നപ്പോഴാണ് ഐഗൻ വാല്യൂ. ഓപ്പറേറ്റർ എ ഹെർമീഷ്യൻ ആണെങ്കിൽ അതിൻ്റെ ഐഗൻ വാല്യൂ സ്മോൾ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിരിക്കും. ഒരിക്കലും കോംപ്ലക്സ് നമ്പർ വരില്ലെന്ന്, അതാണ് അർത്ഥം. ദ ഐഗൻ വാല്യൂ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആർ റിയൽ. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത് നോക്കുക. കൺസിഡർ എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ക്യാപിറ്റൽ എ. ലെറ്റ് ഇറ്റ് ബി ഓപ്പറേറ്റഡ് ഓൺ വേവ് ഫംഗ്ഷൻ psi. അപ്പോൾ അത് സൈയുടെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. അപ്പോൾ എ സൈ ഇക്വേഷൻ നമ്പർ 1, that is the eigenvalue equation, where a is the eigenvalue. Multiply both sides by psi star and integrate. അപ്പോൾ ഇത് നമ്മൾ psi star കൊടുത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ദാറ്റ് ഇസ് ഇൻറ്റഗ്രൽ psi star a psi dx is equal to RHS. RHS ഇൻറ്റഗ്രൽ psi star a psi dx. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ psi star കൊണ്ട് ഗുണിച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത സ്റ്റെപ്പാണ് ഈ എഴുതിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ psi star ഇക്വേഷൻ 1 psi star കൊണ്ട് ഗുണിച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത സ്റ്റെപ്പാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൽ എന്ത് ചെയ്യുന്നു നോക്കിയേ, LHSന് ഒരു മാറ്റമില്ലാതെ പോലെ കാണിക്കുക. RHSൽ ഒരു എ ആണല്ലോ, സ്മോൾ എ ആണ് ഐഗൻ വാല്യൂ ഇവിടെ കിടക്കുന്നത്. ഐഗൻ വാല്യൂ സാധാരണ സംഖ്യയാണല്ലോ. ആ സംഖ്യ നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് സംഖ്യയാണ്. അത് റിയലാണെന്ന് നമുക്ക് തെളിയിക്കണം. അത് പറയുന്നത് തെളിയിക്കാൻ പോടാ, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ ഇൻ്റഗ്രൽ സൈൻ്റെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് RHS കിട്ടുന്നത് എ ഇൻ്റഗ്രൽ psi star psi dx എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ എ സൈ സ്മോൾ എ സൈ, അതിന് കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക. രണ്ടിൻ്റെ അപ്പുറം ഇപ്പുറം കോംപ്ലക്സ് കോൺജുഗേറ്റ്. ദാറ്റ് ഈസ്
ASI ഹോൾ സ്റ്റാർ ഈസ് ഈക്വൽ ടു സ്മോൾ ASI ഹോൾ സ്റ്റാർ. ഇതിനെന്ത് ചെയ്യണം നോക്കി, മൾട്ടിപ്ലൈ ബൈ സൈ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ രണ്ട് സൈഡിലും നമ്മൾ സൈ കൊണ്ട് ഗുണിച്ചിട്ട് റൈറ്റ് സൈഡ് ഗുണിക്കണം. റൈറ്റ് സൈഡ് ഗുണിച്ചിട്ട് സൈ കൊണ്ട് ഗുണിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റെപ്പ് കിട്ടും. ഇൻ്റഗ്രൽ ASI ഹോൾ സ്റ്റാർ തന്നിരിക്കുന്നതാണ്. ASI ഹോൾ സ്റ്റാർ ഇൻറ്റു സൈ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ DX ചേർക്കണം. DX ഇസ് ഈക്വൽ ടു RHS ഇൻ്റഗ്രൽ ASI ഹോൾ സ്റ്റാർ സൈ DX. അങ്ങനെ എഴുതണം. അപ്പോൾ എന്താണ് ചെയ്തത്, ആ മോൾ ഇക്വേഷനെ സൈ കൊണ്ട് റൈറ്റ് സൈഡ് ഗുണിച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. LHS അതുപോലെ തന്നെ എഴുതുക. RHS എന്ത് ചെയ്താൽ നമുക്ക് ASI ഹോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ A സ്റ്റാർ സൈ സ്റ്റാർ എന്ന് കൊടുക്കാം. ആ രണ്ടിനും കൂടി സ്റ്റാർ ഇട്ടിട്ട് ബ്രാക്കറ്റ് മാറ്റിയാൽ മതി. സൈഡ് DX. അടുത്ത സ്റ്റെപ്പിൽ തീരെ നോക്കുക. ദാറ്റ് ഈസ് ആ LHS അതുപോലെ തന്നെ എഴുതി. RHSൽ A സ്റ്റാർ നമുക്ക് ഇൻ്റഗ്രൽ സൈനിൻ്റെ പുറത്ത് എടുക്കാമല്ലോ, കാരണം അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലോ. A സ്റ്റാർ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ DX, ഇക്വേഷൻ നമ്പർ 3. Now we write the Hermitian operator condition. The first two conditions is enough. First two steps is enough. Steps are enough. That is integral psi star A psi dx equal to integral A psi whole star psi dx. That we take. That is the condition for Hermitian operator. 2 times. In equations 2 and 3, LHS are equal. കാരണം ആ LHS കിട്ടിയിരിക്കുന്നത് ഈ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷൻ അനുസരിക്കുന്ന രീതിയിലാണ്. അതായത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൻ്റെ LHS നോക്കാം. ഇക്വേഷൻ നമ്പർ 2ൻ്റെ LHS എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ A സൈ DX ആണ്. അത് ഇപ്പുറത്തെ A ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ DX എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ 3യുടെ LHS നോക്കുക. LHS ഇൻ്റഗ്രൽ A സൈ സ്റ്റാർ ASI ഹോൾ സ്റ്റാർ സൈ DX ഇസ് ഈക്വൽ ടു, ആ ഇക്വേഷൻ നമുക്ക് 3 കിട്ടിയത്. ഇനി ഈ RHSൽ സൈ സ്റ്റാർ സൈ എന്ന് വരുന്നുണ്ട് ഇക്വേഷൻ 3യിൽ. ഇക്വേഷൻ 2ൽ സൈ സ്റ്റാർ സൈ എന്ന് വരുന്നുണ്ട്. അവിടെ കൊണ്ട് വിളിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ A സ്റ്റാർ കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. LHS സെയിം ആണ്. ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ പ്രകാരം, ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, LHS ഓഫ് ഇക്വേഷൻ 2 and 3 are equal. 2 and 3 are equal. So in equations 2 and 3, LHS are equal. Therefore, RHS must be equal. RHS can be equated. That is A integral psi star psi DX is equal to A star integral psi star psi DX. നോക്കുക, രണ്ട് സൈഡിലും ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ DX കോമൺ ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് വി ക്യാൻ ക്യാൻസൽ. ദാറ്റ് ഈസ് A ഈസ് A സ്റ്റാർ. A സ്റ്റാറിന് തുല്യമാണെങ്കിൽ ആ A എന്നുള്ള സംഖ്യ റിയൽ ആണെങ്കിലേ പറ്റുള്ളൂ. അത് കോംപ്ലക്സ് ആണെങ്കിൽ A സ്റ്റാറിന് തുല്യമാകത്തില്ല. I വന്നു കഴിഞ്ഞാൽ -I ആകും കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ. ഇവിടെ A ഈസ് A സ്റ്റാർ. ഈ A ഈസ് ഈക്വൽ A സ്റ്റാർ എന്നുള്ള കണ്ടീഷൻ ശരിയാകുന്നത് റിയൽ കോൺസ്റ്റന്റ് മാത്രമാണ്, റിയൽ സംഖ്യയ്ക്ക് മാത്രമാണ്. So the condition A equal to A star is possible only when A is real. This proves the theorem. ഇതാണ് തിയറം. അതായത് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ A രണ്ട് പക്ഷത്തിൽ പ്രവർത്തിച്ചാൽ അവയുടെ ഈ ഐഗൻ വാല്യൂ റിയൽ ആയിരിക്കും. You read the theorem once again. Eigen values of Hermitian operators are real. Hermitian operator eigen value real ആണ്. A സ്റ്റാർ തുല്യമാണ്. തുല്യമായ റിയൽ ആകണം. ദാറ്റ്സ് എ പ്രൂഫ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ഷോ ദാറ്റ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആർ റിയൽ. ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. അത് തിയറം നമ്പർ 2 ആണ് ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ.
any two eigenfunctions of a Hermitian operator that belong to different eigenvalues are orthogonal. Any two eigenfunctions, രണ്ട് ഫംഗ്ഷൻ നമുക്ക് സൈ വൺ എന്നോ സൈ ടു എന്നോ അല്ലെങ്കിൽ സൈ എം എന്നോ സൈൻ എന്നോ പറയാം. എനി ടു ഐഗൻ ഫംഗ്ഷൻസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന് രണ്ട് ഫംഗ്ഷനാണ്. ദാറ്റ് ബിലോങ് ടു ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂ. അപ്പോൾ ആ ഓപ്പറേറ്റർ കൊണ്ട് ഈ രണ്ട് ഫംഗ്ഷനുണ്ട്, ഒരു ഓപ്പറേറ്ററുണ്ട്. ആ ഒരു ഓപ്പറേറ്റർ കൊണ്ട് നമ്മൾ ഈ രണ്ട് ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഐഗൻ വാല്യൂ കിട്ടും, ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻസ് ഓർത്തോഗണലാണ്. ഓർത്തോഗണലിൻ്റെ കണ്ടീഷൻ അറിയാം. ഓർത്തോഗണലാണെങ്കിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് 0 എന്ന് പറയും. അപ്പോൾ നേരത്തെ പഠിച്ചതാണ്. ഓർത്തോഗണലാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് 0. പിന്നെ നോർമലൈസേഷൻ ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് 1. ഓർത്തോ നോർമലാണെങ്കിൽ പിന്നെ ഇന്നർ പ്രൊഡക്റ്റ് ക്രോണക്കർ ഡെൽറ്റ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ any two eigenfunctions of a Hermitian operator that belong to different eigenvalues are orthogonal. അപ്പോൾ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഡിഫറെൻ്റ് ഐഗൻ വാല്യൂസ്, എനി ടു ഐഗൻ ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഐഗൻ വാല്യൂ കിട്ടിയാൽ ഈ രണ്ട് ഫംഗ്ഷനും ഓർത്തോഗണലാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് തെളിയിച്ച് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കി. ഇപ്പോൾ സൈ വൺ സൈ ടുവിന് പകരം ഒരു ചെറിയ വ്യത്യാസമായിട്ട് നമ്മൾ സൈ എം സൈ എന്ന് വിളിക്കുകയാണ്. ലെറ്റ് സൈ എം ആൻഡ് സൈ എൻ ബി ദി വേവ് ഫങ്ഷൻസ്. ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ഈസ് ഇൻ്റഗ്രൽ സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ് ഈസ് ഇക്വൽ 0. ഇതാണ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് റൊട്ടേഷൻ പറയാമല്ലോ. എ എം സൈ എം കോമ സൈ എൻ ബ്രാക്കറ്റ് ഈക്വൽ 0. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓർ തിരിച്ചും പറഞ്ഞാലും ശരിയാണല്ലോ. ഒരെണ്ണം കോംപ്ലക്സ് കോൺജക്റ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഓർ സൈ എൻ സ്റ്റാർ സൈ എം ഡി എക്സ് 0 എന്ന് തെളിയിച്ചാലും മതി. അപ്പോൾ ഇത് മുകളിൽ കാണുന്നോ താഴെ കാണുന്നോ കണ്ടീഷൻ തെളിയിച്ചാൽ രണ്ട് ഫങ്ഷൻസ് ഓർത്തോഗണൽ ആണെന്ന് പറയാം. ഇതിനെ വിളിക്കുന്ന എപ്പോഴാണ് ഇന്നർ പ്രോഡക്റ്റ്. So you see what we are going to get. Now consider the Hermitian operator. Let Hermitian operator capital A consider the Hermitian operator capital A. Let it be operated on psi m and psi n respectively. Separately, not respectively, separately. A psi m equal to a m psi m. Question number 2. അതായത് psi m-ൻ്റെ പുറത്ത് എ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂ സ്മോൾ എ എം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എ psi 1 ഈസ് A1 psi 1 എന്ന് പറയുന്ന പോലെ. ആൻഡ് എ psi n ഈസ് ഈക്വൽ ടു AN psi n. Question number 2. Here AM and AN are different eigen values. Multiply equation 2 by psi n star. You'll hear it is psi n star. Psi n star. Psi m അല്ല psi n. നമുക്ക് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. Multiply equation 2 by psi n star. രണ്ടിനെ psi n star. അത് ഇൻ്റഗ്രേറ്റ്. രണ്ടാമത്തിനെ നമ്മൾ psi n star എന്ന് വിളിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ psi n star a psi m dx is equal to RHS നമ്മൾ എഴുതുകയാണ്. അതുപോലെ എ എം ഇൻ്റഗ്രൽ psi n star psi m dx. psi n star നമുക്ക് അകത്ത് എഴുതാം, കുഴപ്പമില്ല. ഇക്വേഷൻ നമ്പർ 4. സിൻസ് എ ഈസ് ഹെർമീഷ്യൻ, ഇരിക്കാൻ പറ്റും, ഹെർമീഷ്യൻ ആണല്ലോ. ഇരിക്കാൻ പറ്റും ദാറ്റ് ഹെർമീഷ്യൻ്റെ കണ്ടീഷൻ കൊടുക്കണം. ഹെർമീഷ്യൻ കണ്ടീഷൻ എന്താണ്? ഇൻ്റഗ്രൽ psi n star a psi m dx is equal to ഇൻ്റഗ്രൽ psi m a psi n whole star dx. അതാണ് ഹെർമീഷ്യൻ കണ്ടീഷൻ. നമ്മളിവിടെ സൈൻ ചെയ്തിട്ടുണ്ട്, നേരത്തെ പഠിച്ച ആ കണ്ടീഷൻ. ഇൻ്റഗ്രൽ psi 1 star a psi 2 dx is equal to ഇൻ്റഗ്രൽ psi 2 a psi 1 whole star dx. അതിവിടെ എഴുതിയിരിക്കുകയാണ്. ഇൻ്റഗ്രൽ psi n star a psi m dx is equal to ഇൻ്റഗ്രൽ psi m a psi n whole star dx. അപ്പോൾ LHS അതുപോലെ എഴുതി. RHSൽ നമ്മൾ ആ ബ്രാക്കറ്റിലുള്ള സംഖ്യയുടെ ഐഗൻ വാല്യൂ കൊടുക്കണം. സോ ഇൻ ദി RHS
We write the eigenvalue for the term in the bracket. That is equal to integral psi m a psi n whole star dx. We know a psi n is a n psi n. So a psi n whole star is a n psi n whole star dx. അങ്ങനെ നമുക്ക് എഴുതാം. ആ സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു എഴുത്ത് കാണുന്നുണ്ട്, അത് ഇഗ്നോർ ചെയ്യുക. ഇത്രയും ഓർത്താൽ മതി. സ്റ്റെപ്പ് integral psi n star a psi m dx is equal to integral psi m a psi n whole star dx is equal to integral psi m into a n psi n whole star dx. LHS is repeated. That is psi n star a psi m dx is equal to integral psi m RHS. This is repeated. Psi m a n star psi n star dx. A n psi n whole star is a n star psi n star into dx. A n star is taken out. A n star into integral psi m psi n star dx. Equation number 5. We subtract 4 minus 5. Since operators are Hermitian, LHS are equal. As per the rule of Hermitian, the LHS of the two functions, two equations 4 and 5 are equal. So we subtract 4 minus 5, 0 is equal to RHS of 4. RHS of 4 is AM integral psi n star psi m dx. RHS of 5 is integral psi m. RHS of 5 is integral psi m a n star integral psi m psi n star dx. So when we subtract 4 minus 5, LHS becomes 0. RHS is equal to AM integral psi n star psi m dx minus a n star integral psi m psi n star dx. N m മാറാൻ നോക്കണം. I shall read it once again. 4 minus 5, 0 is equal to a m integral psi n star psi m dx is minus a n star integral psi m psi n star dx. But a n star is a n. What's the reason? Since a n is real for Hermitian operator. Hermitian operator ആയതുകൊണ്ട് a n സ്റ്റാറും a n തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ മുകളിൽ കൊടുക്കണം. That is 0 is equal to am integral psi n star psi m dx minus a n star. That is a n integral psi m psi n star dx. ഈ psi n star psi m dx psi m psi n star dx അതിനോട് ഒന്നാണ്. കാരണം ഈ മറിഞ്ഞു വന്നിട്ട് കുഴപ്പമില്ലേ. ഇപ്പോൾ psi 1 psi 2 നമ്മൾ psi 2 psi 1 എഴുതിയാൽ കുഴപ്പമില്ല. മൾട്ടിപ്ലിക്കേഷൻ മറിച്ചതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ psi n star psi m dx രണ്ടാമത്തെ ഡയത്തിൽ അത് മറിച്ചാണ് കിടക്കുന്നത്. psi m psi n star അത് രണ്ട് സെയിമാണ്. അപ്പോൾ അത് കോൺ ഫാക്ടറായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുക്കുമ്പോൾ 0 is equal to a m minus a n ഇൻറ്റു ഇൻ്റർവൽ psi n star psi m dx. ഇനി നമ്മൾ പറഞ്ഞു ഈ ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന് രണ്ട് ഫംഗ്ഷൻ പ്രവർത്തിക്കുമ്പോൾ ഡിഫറൻറ്റ് ഐഗൻ വാല്യൂസ് ആണ്. ഡിഫറൻറ്റ് ഐഗൻ വാല്യൂ ആകുമ്പോൾ a മൈനസ് a 0 ആകാൻ പറ്റത്തില്ലല്ലോ. a n ഡിഫറൻ്റ് ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്, തീർത്തി പറയുന്നുണ്ട്. a and a n ഐഗൻ വാല്യൂസ് ആർ ഡിഫറൻറ്റ് for the same operator for different functions. But a minus a n is not equal to 0. Therefore, from the above equation, RHS, that is psi n star psi m dx is 0. What's the meaning? This is an inner product of two functions. Psi n star psi m dx is an inner product. Or psi 1 star psi 2 dx. That's the inner product. That is psi m and psi n are orthogonal. You know, if inner product is 0, if the functions are orthogonal. This is a question for it. Show that any two eigenfunctions of a Hermitian operator that belong to different eigenvalues are orthogonal. Show that any two eigenfunctions of a Hermitian operator that belong to different
eigenvalues are orthogonal. The theorem is repeated. So this is an important question. So when you write, you must careful to write AM, AN, AM star, AN star, etc. That is all with your 36th lecture on quantum mechanics. We continue with other topic in the next class. Thank you very much.